ശിവവാമനമൂർത്തി എന്ന കഥാവേദി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ യോണാട്ടുകര പ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാംസ്കാരിക രംഗത്തെ ഒരു ആയ ശ്രീമാൻ മുഞ്ഞനാട്ട് രാമചന്ദ്രൻ അവരുടെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. കളി ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരുടെ പേരെന്ന് പറയുന്നു. ഹരിപ്പാട് ബാലകൃഷ്ണൻ, മധു വാരണാസി, കലാമണ്ഡലം അരുൺ, ഹരിപ്പാട് ദീപിക, ഹരിപ്പാട് ഷാനി, കലാമണ്ഡലം ആദിത്യ. പാട്ട് കലാമണ്ഡലം യശ്വന്ത്, നിധിൻ നാരായൺ, മദ്ദള യുവമതി. ഇനി കഥ പറയുന്നതിനായിട്ട് ആ കഥയുടെ രചയിതാവായ പ്രൊഫസർ രാമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. കഥ പറഞ്ഞതിന് ശേഷം കഥ ഭാരത ഇതിഹാസങ്ങളെ ഏതാണ്ട് ഒരു 1000 വർഷമായി 1026 വളരെ നീചമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ ആൾപ്പടയുടെ പിൻബലത്തോടുകൂടി അറേബ്യ, പേർഷ്യ, തുർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാനായിരുന്നു പഴയ അധർമ്മ ഭാരതത്തിന്റെ അതിർത്തി. ഇറാൻ രണ്ട് മഹാരാജ്യങ്ങൾ ചേർന്നതാണ് അധർമ്മമായ മഹാഭാരതം. ഒന്ന് നമ്മുടെ ഈ കഥ നടക്കുന്ന കൃതായുഗത്തിലാണ്. കൃതായുഗത്തില് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക മണ്ഡലം, അതാണ് ഇപ്പൊ കർണാടകം എന്ന് പറയുന്നത്. തമിഴകത്തിന്റെ വെറും ഒരു ഭാഗമാണ്, ഒരു പ്രവിശ്യ മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്ന കേരളം. ഈ മലയും ആഴിയും ചേർന്നത് അതാണ് മലയാഴി, കുന്നലനാട്, മലയാളം. അത് സകല മലസമൃദ്ധിയും കേരളാനാം പ്രവിശ്യയിലാണ് ഇന്ന് പ്രദേശത്തിലും പിന്നീട് ഉമാകേരളത്തിലും പറയും. അപ്പൊ അത് തമിഴകത്തിന്റെ ഒരു പ്രവിശ്യ റീജിയൻ മാത്രമാണ്. അപ്പൊ അന്നത്തെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് കുമരഘട്ടം എന്നാണ്. അന്ന് ഇവിടെ ഒരു വലിയ നദി ഉണ്ടായിരുന്നു, ലിമുറിയ എന്നൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കാനായി പറയുന്നത്, യൂറോപ്യൻ കേന്ദ്രത്തിൽ പറയും. അത് മഡഗാസ്കർ, ആഫ്രിക്കയിലെ മഡഗാസ്കർ, എത്യോപ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പുതിയ സമുദ്ര തീരം, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യയുടെ പേര് അത് തന്നെ ഇന്ത്യ എന്നുള്ള ഓർക്കണം. പിന്നെ ഇൻഡോചീന, അതാണ് വിയറ്റ്നാം, കൊറിയൊക്കെ. ഇൻഡോചീന, വിയറ്റ്നാമിന്റെ പേര് പഴയ പേര് ഇൻഡോചീന. ഇറാനാണ് ഒരു അതിർത്തി, ഇറാൻ ഒരു അതിർത്തിയാണ്, ചൈന ഒരു അതിർത്തിയാണ്. ആഫ്രിക്കയിലെ എത്യോപ്യ, മഡഗാസ്കർ പോലും ഇതിന്റെ കൂടാണ്. പിന്നെ ഗ്രേറ്റ് പ്ലേറ്റോണിക് ഷിഫ്റ്റ്, പലതരത്തിലുള്ള ഭൂകമ്പങ്ങളൊക്കെ വന്ന കൂട്ടത്തിലാണ്. യുറേഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡം കുറെ ഭാഗം ഭാരതത്തിന്റെ നോർത്ത് ഇന്ത്യ ആയിട്ടും മിഡിൽ ഇന്ത്യ ആയിട്ടും മാറി. മറ്റേതാണ് ഇന്ന് നമ്മൾ പറയുന്ന യൂറോപ്പ് എന്ന് പറയുന്നത്. അന്ന് ഈ വാമനമൂർത്തിയുടെ കഥ നടക്കുന്ന കൃതായുഗമാണ്. ആ കൃതായുഗത്തില് സാഹിത്യത്തിന്റെ ചരിത്രം 2000 വർഷത്തെ ചരിത്രങ്ങളുണ്ട്. അന്നോഡൊമിനി, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, 2000 വർഷത്തെ ചരിത്രങ്ങളുണ്ട്. അന്ന് മഞ്ഞുമലയാണ്, ഐസ്ലാൻഡ് ആണ്. അന്ന് ഭാരതത്തിൽ ഒരു മഹർഷി ഇവിടുന്ന് പോയി 1000 മക്കൾ പാപ്പായിട്ട് തീർന്ന ഒരു മഹർഷി കാശ്യപൻ.
കാശിവനാണ് മധ്യധരണിയായി മെഡിറ്ററേനിയൻ സീ കഴിഞ്ഞ് കാസ്പിയ സാഗരം കാസ്പിയൻ സീ കഴിഞ്ഞ് ആർഷഭൂമി അതായത് റഷ്യ എന്നുള്ള വാക്കിന് ഋഷ്യ എന്നാക്കുന്നത് റഷ്യ ഋഷി മസ്കോവ മോസ്കം അതായത് മോക്ഷം ആർഷഭൂമി എന്ന് പറയുന്നത് റഷ്യയാണ്. അങ്ങോട്ട് പോയി അങ്ങനെയാണ് പിന്നീട് മഞ്ഞുമല മാറി അവരേതാണ്ട് റിനൈസൻസ് കാലഘട്ടത്തോടുകൂടിയാണ് 1453 ശേഷമാണ് മനുഷ്യ രാജ്യം മാറുന്നത്. 1453 കിഴക്കൻ റോമൻ സാമ്രാജ്യം, വിശുദ്ധ റോമാ സാമ്രാജ്യം, ക്രിസ്ത്യൻ റോമാ സാമ്രാജ്യം തുർക്കികൾ കീഴടക്കിയപ്പോഴാണ് അത് മുതൽ നിങ്ങൾ സ്കൂളുകളിൽ ചരിത്രത്തിൽ പഠിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബൂൾ കിഴക്കിയപ്പോൾ മുതലാണ് ലോകത്തെ അറിവ് മുഴുവൻ പൗരസ്ത്യ ദേശങ്ങളിലായിരുന്നു. ഭാരതം, മെസപ്പൊട്ടോമിയ അതായത് ഇന്നത്തെ ഈജിപ്റ്റ്, പിന്നെ യഹൂദിയ അതായത് ഇന്നത്തെ ഇസ്രായേൽ കേന്ദ്രമായിട്ടുള്ള സ്ഥലം, പിന്നെ അൽ സിറിയ അസുരന്മാരുടെ നാട്, അസീറിയ അതാണ് ഇപ്പോൾ സിറിയ എന്ന് പറയുന്നത്. അൽ സിറിയ ഇതിൽ നിന്നാണ് അസുരൻ എന്നുള്ള വാക്കുണ്ടാകുന്നത്. അസുരൻ എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദനൊക്കെ അസുരനാണ്. അസുരന്റെ സുരനല്ലാത്തവരെന്ന് അർത്ഥമുള്ളൂ കേട്ടോ, അല്ല എല്ലാവരും കൊള്ളരുതാത്തവരൊന്നുമല്ല. അപ്പൊ അവിടുത്തെ ഒരു ദേവതയായ അവിടുത്തെ ഒരു ദൈവമായിരുന്നു അസൂരാമസ്തു. അതായത് യഹൂദമതം വരുന്നതിന് മുൻപ് പോലും പാഴ്സി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായിരുന്നു. പേർഷ്യ ഇറാഖൊക്കെ ചെയ്യുന്ന പേർഷ്യ ആ അസൂരാമസ്തുവാണ് അസുരൻ. അത് അവിടെ ദേവനായിരുന്നെങ്കിൽ അവിടുന്ന് ഒരുപാട് ഒരു ഭാരതത്തിൽ പേർഷ്യ ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ അതിനെ പിന്നെ അസുരനാക്കി മാറ്റി. അത്രയുള്ള അതാണ്. അല്ലാതെ മഹാബലിയുടെ മുത്തച്ഛനാണ് പ്രഹ്ലാദൻ. അപ്പൊ ഈ കൃതായുഗത്തിന്റെ അവസാന കാലഘട്ടത്തില് നമുക്ക് നോക്കിയാൽ അറിയാം. ആദ്യം മത്സ്യം, ജലജീവി, കൂർമ്മ, കുറച്ചുകൂടെ ഏതാണ്ട് ഒരു ഉഭയജീവിയുടെ ലക്ഷണമല്ല. വെള്ളത്തിലുമുണ്ട് കരയിലുമുണ്ട്. പിന്നെ മൂന്നാമത്തേത് വരാഹമായപ്പോഴേക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന മാമൽസ് സസ്തനികളായിട്ട് മാറും. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് പിന്നാണ് നമ്മൾ മൃഗത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന വരവ്. സിംഹം, നരൻ, സിംഹം പ്ലസ് നരൻ ഡിവൈഡഡ് ബൈ 2 ആണ് നരസിംഹം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ശിവവാമനൻ, ഗണപതി, ആന. ഗണപതി പിന്നെ പൊക്കം കുറഞ്ഞ ചെറിയ പുള്ളം മനുഷ്യരെന്താ പുള്ളനായത്. തലച്ചോറ് വികസിച്ചപ്പോഴത്തേക്ക് ശരീരം ചെറുതായി. പ്രകൃതി ആദ്യം നടത്തിയ പരീക്ഷണം ഏതാണ്? ദിനസാരകൾ. അതെന്തോ കാരണം ചോദിച്ചു അതെല്ലാം ഇല്ലാതായിരുന്നു. ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമയിൽ നിന്നറിയാം. ജുറാസിക് എന്ന് പറഞ്ഞാൽ പല്ലി, വലിയ വലിയ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഭീമാകാരമായ പല്ലി, അതാണ് ജുറാസിക്. അന്ന് പ്രകൃതി നടത്തിയ പരീക്ഷണം ഏറ്റവും വലിപ്പം കൂടിയ കായികശേഷി കൂടിയ ജീവികളെ കുറിച്ചായി. അത് പരാജയപ്പെട്ടപ്പോഴാണ് ബുദ്ധി കൂടിയ ജീവികളെ കുറിച്ച് പ്രകൃതിക്ക് നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ ആദ്യം കുറച്ചുകൂടെ തലച്ചോറ് വന്നു. വാ നര, കണ്ടിട്ട് ഇത് നരനാണോ മനുഷ്യനാണോ തോന്നിയേ ഉള്ളൂ. അല്ലെങ്കിൽ വാലുള്ള നരൻ, വാലയുടെ കുരങ്ങ്, ഇങ്ങനെ പരീക്ഷണം നടത്തിയ ആ ഒരു പ്രത്യേക കാലഘട്ടമാണ് അതിന് യോജിപ്പിക്കുന്നത്. അപ്പൊ പുരാണങ്ങളിലെല്ലാം നമ്മൾ പറയുന്ന തെളിവോടുകൂടിയ ഹിസ്റ്ററി ഇല്ല. പക്ഷേ പുരാണങ്ങളിൽ മനുഷ്യജീവന്റെ പരിണാമം, മാറ്റം, പുരോഗതി നമുക്ക് കാണും. വാമനമൂർത്തിക്കകത്ത് കാണുന്നത് ആന, അതായത് ഗണപതി, ഗണനായകനായ ഗണപതി, പൊക്കം കുറഞ്ഞ മനുഷ്യൻ, പൊക്കം കുറഞ്ഞ ചെറിയ മനുഷ്യരായതുകൊണ്ടാണ്, ഉള്ളനായതുകൊണ്ടാണ് തലച്ചോറ് വികസിച്ചു തുടങ്ങി. തലച്ചോറിന് കൂടുതൽ പ്രാധാന്യം വന്നപ്പോൾ കായിക ശേഷി കുറഞ്ഞു തുടങ്ങി. ആ വാമനും പിന്നെ പ്രകൃതിയാണ് എല്ലാം നമുക്ക് കാണാവുന്നത്. അങ്ങ് അൾട്ടിമേറ്റ് ദൈവമാരാണ് പരമശിവൻ. വിഷ്ണു മഹാനാണെന്നുള്ളതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ നോക്കിയോ പലാഴിയുടെ കളവള വിഷം കുടിക്കുന്നതിനൊക്കെ ആരേ ഉള്ളൂ? നീലാകണ്ഠനേ ഉള്ളൂ, ശിവനേ ഉള്ളൂ. എല്ലാ വലിയ പ്രശ്നം അൾട്ടിമേറ്റ് സുപ്രീം കോടതി എന്ന് പറയുന്നത്, ഹയസ്റ്റ് അപ്പീൽ എന്ന് പറയുന്നത്
പരമശിവൻ. ആ പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഉണ്ട്. പർവ്വതത്തിന്റെ മകളായ പാർവതി യാണ്. പർവ്വതത്തിന്റെ ഹിമവാന്റെ നാഗമ്മയും കടൽനാഗത്തിന്റെ കടൽനാഗമ്മ ഇടയിലുള്ള മകളാണ്. പർവ്വതത്തിന്റെ മകളായിരുന്നു പാർവതി. പരമശിവൻ. അപ്പൊ പ്രകൃതിദത്തമായ നാച്ചുറലായ ഏറ്റവും വലിയ ആള് പുരുഷ ദൈവങ്ങളെ ഏറ്റവും പ്രധാനമാണ്. രണ്ട് ദൈവങ്ങളെ ഒരു പുരുഷ ദൈവങ്ങൾ. ഒന്ന് ആദിത്യൻ. നമ്മൾ ഭഗവാൻ എന്നൊക്കെ പറയുന്ന വാക്കിനർത്ഥം പ്രകാശിക്കുന്നവെന്ന. ദൈവം എന്ന് പറഞ്ഞാൽ ധാ എന്ന് പറയുന്ന ധാതു എന്നാണ്. വൈദ്യുതി, ദ്യുതി, ദൈവം ഈ വാക്കെല്ലാം ഉണ്ടായിരുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ, ഭാർഗവൻ, ആദിത്യൻ. പിന്നെ ഒരു ദൈവമുള്ളത്, പുരുഷ ദൈവമുള്ളത് ഇന്ദ്രനാണ്. ഇന്ദ്രിയങ്ങളെ വന്നത് മഴ. പ്രകൃതി മണ്ണിന്റെ രണ്ടെണ്ണം. ഒന്ന് മണ്ണമ്മ. മണ്ണമ്മയാണ് ഈ കാവമയും എല്ലാം മണ്ണമ്മയും. ഫെർട്ടിലിറ്റിയുടെ പ്രതീകമായ ഉർവരത, ഉർവശി എല്ലാം ഇതാണ് മണ്ണമ്മ. മണ്ണും വെള്ളവും ഒന്നും തന്നെ. പിന്നുള്ളത് കടലമ്മ, നാഗ്. ഈ നാഗമാണ് ഈ പ്രകൃതിയുടെ ഈ പറയുന്ന മുന്നോട്ടുള്ള പോക്ക്. പ്രകൃതിയുടെ വംശവര ചെയ്യുന്നതും കണ്ണികൾ പ്രോത്സാഹിക്കുന്നതും ജാത എല്ലാം സഹിക്കുന്നതും ഈ മണ്ണമ്മയും വെണ്ണമ്മയും ഈ പറയുന്ന കടലമ്മയാണ്. ആ കടലമ്മയുടെ പർവ്വതത്തിന്റെ കൂടെ മകളാണ് പാർവതി. ശിവനെല്ലാം നോക്കിയാൽ ശിവന്റെ ഞാൻ പോലെ പറയുന്നില്ല. കാരണം വരമ്പണ്, സൂര്യന് കടങ്ങണ്, എല്ലാവരും മുടിക്കട്ട, കാർമേഘം എല്ലാം ഗംഗാനദി എല്ലാം. അപ്പൊ ആ ശിവനും കുർണനായ മനുഷ്യൻ വാമനനും മൃഗമായ ആനയും അല്ലെങ്കിൽ ഗണപതിയും കൂടെ ചെയ്യുന്നു. ഇത് തന്നെ നരസിംഹത്തിൽ നമ്മൾ കഥായുഗത്തിന്റെ അവസാനത്തിലാണ്. നരസിംഹത്തിൽ നമ്മൾ കാണുന്നില്ല. പിന്നീടാണ് വാമനന് ശേഷം പിന്നെ മനസ്സിലാകും. അങ്ങനെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ബലരാമനായി കലപ്പ കണ്ടുപിടിച്ചു. കൃഷി കലപ്പ കൊണ്ട് മണ്ണുള്ളത്, മണ്ണ് അതിന് അകത്ത് വിട്ടിട്ട് മണ്ണിട്ട് കൂടുന്ന അതൊക്കെ കണ്ടുപിടിക്കുന്ന അത് അതിനിപ്പില്ല. അതിന് മുമ്പ് എവിടെയെങ്കിലും സ്ഥലത്ത് വല്ലതൊക്കെ ഉണ്ടാവും. നമാടിപ്പിപ്പോഴാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. നമുക്ക് ആഹാരം കിട്ടിയവരും തിനവതയ്ക്കും. താഴെക്കാട്ടിൽ തിനവതയ്ക്കാൻ വന്ന ഞാനൊരടിയാക്കി വരാത്ത കാലമാണ്. അത്രേ ഉള്ളത്. അല്ലാതെ കൃഷി തുടങ്ങുന്നത് അപ്പൊ തന്നെ പ്രകൃതിയെ കീറി കുറിച്ച് തുടങ്ങി. പിന്നെ അങ്ങോട്ട് വന്നു. പിന്നെ ഇങ്ങോട്ട് പിടിച്ചു. ഇദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണന്റെ കാലമായപ്പോൾ തന്നെ നമുക്കത് കാണാം. ശ്രീരാമന്റെ കാലത്ത് പോലും കുറേ ചെയ്യുന്നു. നഗരങ്ങളായി നശിപ്പിച്ചു തുടങ്ങി. പിന്നെ അപ്പൊ ഈ ഇത് കഴിഞ്ഞ് ഈ 4 യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ കലിയുഗം കഴിഞ്ഞ് ഈ 4 യുഗങ്ങൾ ചേരുന്നതിന് പറയുന്ന പേരാണ് മന്വന്തരം. ഈ മന്വന്തരത്തിന് ശേഷം പ്രകർഷേണ എല്ലാം കൂടെ ഒന്നിച്ച് ലയിക്കുന്നതാണ് പ്രളയം, പ്രളയം. ആ പ്രളയത്തിന് ശേഷം വരുന്ന അടുത്ത മന്വന്തരത്തിലെ ദേവാധിദേവനാണ്, ദേവേന്ദ്രനാണ് മഹാബലി. ആ മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ ഒരു വാമനമൂർത്തിക്കും കഴിയില്ല. അത് മിഷണറിമാരല്ല. ഭാരതത്തിലെ ഭാരതീയതിഹാസങ്ങളുടെ ആ ഭാരതീയതിഹാസം ഒരു ഇതിഹാസത്തിൽ അനവധി പുരാണങ്ങളുണ്ട്. ഇതിഹാസവും പുരാണവും രണ്ടാണ്. രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ്. ഇതിഹാസങ്ങൾക്കകത്ത് ആ മഹാരാജ്യത്തിന്റെ പേര് അതിൻ്റെ അകത്ത് കാണും. ഭാരതൻ. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? ദിസ് ലാൻഡ് ഓഫ് ഭാരത് ഓൾസോ കാൾഡ് ഇന്ത്യ എന്നാണ്. ഈ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സൈന്ധവ ഉള്ള വാക്കാണ്. അതായത് കർഗിസ്ഥാൻ ആയിക്കോട്ടെ. സൈന്ധവം എന്ന് പറയുമ്പോൾ കർഗിസ്ഥാൻ എന്ന് പറയുന്ന ലോകത്തിലെ ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന, അതിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അത് സൈന്ധവം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെയാണ് സിന്ധു നദി. സൈന്ധവമാണ്. മൗര്യകാല ഭാരത്തേക്കല്ല, ഇത് സൈന്ധവം. സൈന്ധവം കഴിഞ്ഞാൽ ഇപ്പുറത്താണ് കാശ്മീര, കുങ്കുമം. കാശ്മീരം എന്നാണ് കുങ്കുമം എന്നാണ്. ഇങ്ങോട്ട് വന്ന മഗധ, മാളവ്യം, അങ്ങനെ വന്ന് മഹാരാഷ്ട്രയിൽ വടക ഒരു മഹാ ചക്രവർത്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആന്ധ്രയിലാണ് ചകവാഹൻ, തൃപ്പാപ്പൂര് എന്ന് പറയുന്ന രാജവംശത്തിൽപ്പെട്ടതാണ്. നമ്മുടെ തിരുവിതാംകൂറിലെ രാജവംശം, തൃപ്പാപ്പൂർ രാജവംശമാണ്. അങ്ങോട്ട് പോയി.
ഈ നല്ല കാര്യങ്ങൾ ഒരെണ്ണം പോലും ചരിത്രത്തിലില്ല, നോക്കിയാറില്ല. ഇനി നമ്മൾ ചരിത്ര വെളിയുണ്ടാക്കണം. കൊള്ളൽ കാര്യങ്ങൾ മുഴുവൻ ഈ പകർത്തി എഴുതുക, പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. ഇങ്ങനെ ഓരോ നമ്മൾ അറിഞ്ഞും അറിയാതെ ഈ നടത്തുന്ന സപ്താഹങ്ങളാണെങ്കിലും നമ്മൾ നടത്തുന്ന ആചാരക്രിയകളാണെങ്കിലും 1000 വർഷമായിട്ട് നമ്മുടെ അടിമത്തത്തിന്റെ പ്രതീകങ്ങൾ പൂർണ്ണമായിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ ഏതോ ശിവകാശിയിലെ ഒരു ചെട്ടിയാർ പണ്ടങ്ങാണ്ട് ഒരു പടം ഉണ്ടാക്കിയിട്ട് ഇതാ ഭഗവാൻ എന്ന് പറയുന്നത് അത് ധരിക്കണ്ട. അങ്ങനെ ആകാത്ത നിങ്ങൾ ഇഷ്ടം. അപ്പൊ ആ ഹൃദയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അന്തരാളഘട്ടം, ആ സമയത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് വാമന ദേവത, ശിവവാമന മൂർത്തിയാണ്. അത് മഹാബലി അടുത്ത മന്വന്തരത്തിലെ ഇന്ത്യനാണ്. ആ ഇപ്പൊ കലിയുഗം 1-ാം പാദം 5000 വരെ കഴിഞ്ഞുകൊണ്ട് 1-ാം പാദം കഴിഞ്ഞേ ഉള്ളൂ. എത്രയോ പദങ്ങൾ കഴിഞ്ഞാലേ കലിയുഗം തീരുന്നത്. അത് കഴിഞ്ഞ് പ്രദക്ഷേണയുള്ള ലയ പ്രളയത്തിന് ശേഷമാണ് അടുത്ത മന്വന്തരം. ഇവിടുത്തെ ദേവേന്ദ്രൻ, ആ ദേവേന്ദ്രന് അടുത്ത മന്വന്തരത്തിലെ ദേവേന്ദ്രനെ സുതലത്തിലേക്ക് പിടിച്ചുയർത്താനാണ് ദേവേന്ദ്രൻ തന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് ഈ വാമനമൂർത്തിയെ തപസ്സിനായിട്ട് ഇങ്ങോട്ട് അയക്കുന്നു. അത് സുതലത്തിലേക്ക് പിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത്. മഹാകവി അത്തിക്കവച്ചത് നമ്പൂതിരിയുടെ ബലിദർശനം എന്ന മഹാകാവ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെ വേദവ്യാസൻ എഴുതിയ ഭാഗവതം, അല്ലാതെ കിളിപ്പാട്ടിൽ നിന്നും ഒന്നുമില്ല. എഴുത്തച്ഛനൊന്നും എഴുതിയൊന്നും അല്ല ഈ മലയാള ഭാഗവതം. രണ്ടെണ്ണേ ഉള്ളൂ, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിന്റെ രാമായണം മാത്രം, ഇതിലെ സുന്ദരാമായണം മാത്രം വായിച്ചാൽ മതി. ഹനുമാന്റെ ചരിത്ര സുന്ദരം എന്ന് പറഞ്ഞാൽ ഹനുമാന ഇല്ല മാത്രം വായിക്കാൻ ബുദ്ധിമുട്ടാകുന്നില്ല. കളകാഞ്ചി വൃത്തമായതുകൊണ്ട് സ്വല്പം ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇങ്ങനെ ബോധമുണ്ടില്ലേ, കൊണ്ട് ആരും ബുദ്ധിമുട്ടോ. അങ്ങനെ സ്വല്പം പ്രയാസം, എഴുതാനും പ്രയാസം. അത് സുന്ദരാമം മാത്രം മതി, പൂർണ്ണം മലയാളത്തിലെല്ലാം കൊണ്ടടങ്ങി. അപ്പൊ അതിരിക്കട്ടെ. അപ്പൊ രാമായണം ഭാരതമുള്ളൂ ഇതിഹാസങ്ങൾക്ക് അത് ദുഃഖോഖ്യാനങ്ങളായിട്ട് വരുന്ന കാണും. അതെല്ലാം ഗുണപാഠ കഥകളാണ്. തൂത് കളിക്കരുത് എന്നുള്ള ഗുണപാഠത്തിന് വേണ്ടിയാണ് നടന്റെ കഥ. വിദിതവധം എന്ന് പറയുന്ന കഥയുണ്ട്, കൃഷ്ണാട്ടത്തിലാടുന്ന രാമന വിദിതൻ എന്ന് പറയുന്നത്. അതിനകത്ത് കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന ഉപദേശം. കഥവേവയാനി കഥയെ കള്ളു കുടിക്കരുത് എന്നാണ് ഉപദേശം. അത് ശുക്രാചാര്യ ഉപദേശിക്കുന്ന കഥയാണ്. ശുക്രാചാര്യയുടെ സുരഭീവനത്തിൽ സ്വർഗത്തിൽ നിന്ന് കരം വരുന്നത് ഈ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി. അതൊരു ഓരോന്നും ശാന്തളവതെ ശാന്തളത്തിലല്ല ഈ പെണ്ണുങ്ങളെ ദ്രോഹിച്ചിട്ട് ഒരു ഗ്രാമപ്പെൺപിടാവിന് രാജ്യപാലകൻ വഞ്ചിച്ച രാഷ്ട്രീയ ചരിത്രമാണ് വരാത്ത ഭാഷപ്പെട്ട ശാന്തളം. ഒരു ഗ്രാമപ്പെൺപിടാവിന് രാജ്യപാലകൻ വഞ്ചിച്ച രാഷ്ട്രീയ ചരിത്രം. അതാണ് അങ്ങനത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. എന്നിട്ട് അവസാനം കിരീടാവകാശത്തിന് കുട്ടികളില്ല. കാരണം മനസ്സിന്റെ ഉള്ളില് ഈ പാപബോധം, ഈ കാട്ടിയാൾക്കാരികളെ ഇത് തന്നെ ദശരഥന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ദശരഥന് കാട്ടിയാതി പെണ്ണിലുണ്ടായ മകളാണ് ശാന്ത. ശാന്തയാണ് ഋഷ്യശൃംഗന്റെ ധർമ്മപത്നിയായിട്ട് മാറുന്ന വൈശാലി. ഈ ശാലരാജ്യത്ത് ലോമപാതന്റെ വളർത്തുപുത്രിയായിട്ട് വളർന്നുകൊണ്ടാണ് വൈശാലി. ഒരുപാട് കഥകളുണ്ട് ഇതിന്. ബട്ട് ഈ അനവത്യ ദുഃഖം ഒരു സൈക്കോ സൊമാറ്റിക്, ഒരു ബയോ സൈക്കോ ട്രോമാറ്റിക്കായിട്ട് മാറിയിട്ട് മനസ്സിൻ്റെ അടുത്തേക്ക് കിടന്നിട്ട് കുട്ടികളുണ്ടാവുന്നില്ല, അനവധി ഉണ്ടാവും. പിന്നെ അത് പീഡാവായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ കാണും. അങ്ങനെയാണ് എന്നെ അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെയാണ് കാശിവാശ്രമത്തിലേക്ക് യഥാർത്ഥ കഥയെ മുഖ്യത്വം വരുന്നത്. അങ്ങനെയാണ് ശകുന്തള, യോഗിനിയായ ശകുന്തള. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ടാഗോറിന്റെ കൃതികൾ വായിക്കണം, അല്ലെ വള്ളത്തോട് അച്ഛനും മകളും എന്ന് പറഞ്ഞ കാവ്യം വായിക്കണം. അതിനുള്ള സമയം ഇപ്പോൾ അത് വേറെ വിഷയമാണ്. അപ്പൊ അതിലെല്ലാം വളരെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പുരാണങ്ങളിൽ. ഇതിഹാസങ്ങളാണ് പ്രധാനം. ഇതിഹാസങ്ങളെ ആ രാജ്യം ഏഴെട്ടെന്ന് പറഞ്ഞ വർഗീസിന്റെ രാജ്യകവിയുടെ മഹാകവിയുടെ ഏഴെട്ടിൻ്റെ അകത്ത് റോമുലസ്, അതിൽ നിന്നാണ് റോം ഉണ്ടാകുന്നത്. റോമ സാമ്രാജ്യം ഉണ്ടാകുന്നത്. റോം എന്ന് പറയുന്ന പേരാണ്, രാമൻ എന്ന് പറയുന്നത് പേരാണ്. രാമെന്നുള്ള വാക്കിനെ ലഭിപ്പിക്കുന്ന
വിളിക്കുന്നതെന്നേ ഉള്ളൂ, രമണ ഇത് രാമാന്നേ ഉള്ളൂ, അത് വിളിക്കട്ടെ. അപ്പം അതാണ് ഇന്നത്തെ കഥ. അപ്പൊ ഇത്രയും നമുക്ക് ഈ ഒരു സാമന്ത ബോധം, അടിയാള ബോധം അത് മാറ്റുന്നതിന് വേണ്ടി വേണം. അതിന് കട്ടിക്കൊരു 10 വർഷമേ ആയുള്ളൂ. അതിനെക്കുറിച്ച് ബോധം ഭാരതത്തിലേക്കുണ്ടായി. നമ്മുടെ പാഠ്യപദ്ധതി മാറ്റേണ്ടി വരും, പൂർണ്ണമായിട്ട് മാറ്റേണ്ടി വരും. നമ്മൾ പല മഹാബലിയെ ഒരിക്കലും ചവിട്ടി താഴ്ത്താനൊന്നും പറ്റത്തില്ല. ദൈവത്തിന്റെ പദവിയാണ് മഹാബലി. ശിവ വാമനമൂർത്തി വരുന്നത് മഹാബലിയെ പിടിച്ചുയർത്താണ്. സുതലത്തിൽ നിന്ന് പൊന്തിയ പോലെയാണ് അത്തിത്തത്തിന്റെ ദേശീയ അവാർഡ് നേടിയ മഹാബലി അത്തിത്തയുടെ ബലിദർശനം. ഉണമുണ്ടെഴുന്നേറ്റി തിണ്ണയിൽ പുൽപ്പായയിൽ വായിൽ നനച്ചു പുലർത്തി കിടക്കുമ്പോൾ ഇയാളുടെ മുമ്പില് വലിയ ദർശനം. ഇതിനകത്ത് സുതലത്തിൽ നിന്ന് പൊന്തിയ പോലെയാണ്. കണ്ണുനീരത്തിൽ കുളിച്ചെത്തിയ ശുഭ്രസ്മിതകന്യകയിൽ അടുപ്പത്ത് വെച്ചു അക്ഷയപാത്രം. തിരുവോണം വാമനമൂർത്തിയുടെ നാളാണ്. തിരുവോണം പരമശിവന്റെ നാൾ തിരുവാതിരയാണെങ്കിൽ ഗണപതിക്ക് നാളില്ല. ഗണപതിക്ക് ചതുർത്ഥിയാണ്, വിനായക ചതുർത്ഥിയാണ്. ഗണപതിക്ക് നാളില്ല, ചതുർത്ഥിയാണ്, പക്കവേ. അത് പറഞ്ഞൊന്നും അത് ബോധമില്ലാത്തവര് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി. ഇതിന്റെ അകത്ത് ഈ ശൈവപക്ഷം ദാക്ഷിണാത്യ ശൈവം, ശങ്കരനൊക്കെ ശ്രീവിദ്യാവാസന ദാക്ഷിണാത്യ ശൈവന. ആദിശങ്കരൻ തട്ടിച്ചു തോപ്പിച്ചത് കാശ്മീരിലെ മണ്ഡലം സമയം. അദ്ദേഹവും ശൈവനാണ്, പക്ഷെ അദ്ദേഹം ഔത്തരാഹ ശൈവനാണ്, ഉത്തരേന്ത്യ ശൈവനാണ്. ദക്ഷിണ കുമരിഘട്ടം ശൈവം, ദാക്ഷിണാത്യ ശൈവം. ഇതുകൊണ്ടാണ് ശങ്കരനെ അതിന്റെ ദാക്ഷിണാത്യം എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം. വിജയനഗര സാമ്രാജ്യത്തിലെ നാഗപട്ടണം ഒക്കെ കൂടെ പട്ടണം കൊടുത്തുകൊണ്ട് ശങ്കരാചാര്യത്തെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി പോലും അദ്ദേഹത്തിന് പുറത്തറിയായിരുന്നു. അപ്പൊ ആന്ധ്രാപ്രദേശിലെ വിജയനഗര സാമ്രാജ്യക്കാരാണ് അദ്ദേഹത്തിന് അവിടെ കാശ്മീരിൽ എത്തിച്ച് സർവ്വവ്യാപിയാക്കി. ശ്രീവിദ്യാവ ദുഃഖദഹനായ നമശിവായ എന്നാണ് ശങ്കരാചാര്യ സ്ഥാനം. അതൊക്കെ അതിലൊക്കെ പറഞ്ഞെങ്കിലും അതുപോലെ മാതൃപഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങളുണ്ട് മാതാവിനെ. വലിയ പ്രയാസമല്ല, മാതൃപഞ്ചകം അത്ര ഞാൻ പറയുന്നുണ്ട്. ഈ ലോകവാസമാണ് പ്രധാനം. ഈ മനോഹര തീരത്തു തരുമോ ഈ ഒരു ജന്മം കൂടി, ഇവിടെ മാത്രമേ ഒരു വസുന്ധരേ ഒതിനീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുള്ളൂ. That is the right place for love. നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ ഭക്തി, അനുരാഗം, ദയാദി, ബഹുസ, പരാത്മ ചെയ്യുന്നത് ഇതാണ് സ്നേഹം. ഭക്തിയുണ്ട്, അനുരാഗമുണ്ട്, ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് നിർത്താം. അതിലെല്ലാം ശ്രീവിദ്യാവാസന ശങ്കരന്റെയാണ്. അതാണ് ഇതിന്റെ പ്രമേയം. ശ്രീ ശാസ്ത്രീകരണമാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്നത്. മാതാപിതാ ഗുരുദൈവമാണ്, ആദ്യം മാതാവാണ്. ഈ കഥയിലും അങ്ങനെയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ രംഗസൂചന മാത്രം നൽകുന്ന സമയം ഒരുപാട് വന്നു. അപ്പൊ ആദ്യ കഥ തുടങ്ങുമ്പോൾ ശില്പിയുണ്ട്, ഖനനം ചെയ്യുന്ന ആൾ, ശില്പി വന്നിട്ട് ആശാരി എന്ന് പറയാം. എന്നിട്ട് ആശാരിയോട് മഹാബലി ആവശ്യപ്പെടുകയാണ് 2 പുലകൾ കിട്ടണം. ഒന്ന് വാമനന് തപസ് ചെയ്യാനുള്ള പുലി, പിന്നെ വാമനന് നിഷ്ഠ ബ്രഹ്മചര്യം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് ആ ശേഷം വാമനന് വിവാഹം കഴിക്കണം. കാരണം വിവാഹം കഴിക്കാൻ ഒക്കത്തില്ല. നിനക്ക് ഈ സ്ഥലം തരുന്നത് ഈ ചുമ്മാ സന്യസിച്ച് അന്ധമായ വിരക്തിയും കൊണ്ട് സ്വർഗത്ത് സമ്മതിക്കത്തില്ല മഹാബലി അങ്ങോട്ട് മടി ചുമത്തുന്നുണ്ട്. ഞാൻ ഭൂമിയൊക്കെ വിട്ടു തരാം, പക്ഷെ നീ വിവാഹം കഴിക്കണം. ആദ്യം വരുന്ന ധോണിമാരെ 3 പേരെയും നാഗലക്ഷ്മിയെയും കുമരിയെയും കാവേരിയെയും വിവാഹം കഴിക്കുന്നതാണ്. അതാണ് അതിനുവേണ്ടി 2 പുലകൾ തീർക്കുകയാണ് ധനകൻ എന്ന് പറയുന്ന ശില്പി. 1-ാം രംഗം. പിന്നെ 2-ാം രംഗത്തിലെ നർത്തകികൾ വരുവാണ്. വാമനനെ വരവേൽക്കാനായിട്ട് നർത്തകികൾ വരും. ഈ നർത്തകികളാണ് പിന്നീട് വാമനന്റെ നവവധുക്കളായിട്ട് മാറുന്നത്. ഇത് 2-ാം ഭാഗം. അവിടെ വൈവാഹികത്തിന്റെ പ്രാധാന്യം മഹാബലി എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ ആശ്രമങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ളത്, വിജയിപ്പിക്കാൻ പ്രയാസമുള്ളത് ഗാർഹസ്ഥ്യമാണ്. അത് പറയാനാണ് കുചേലനെ ശ്രീകൃഷ്ണൻ കൊണ്ടുവരുന്നത്. ഗാർഹസ്ഥ്യമാണ് വിജയിക്കാൻ പ്രയാസമുള്ളത്, വിജയിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ അത് പിന്നെ അടുത്തത്
പിന്നെ അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിൽ പോയിട്ട് മഹാബലി 10 ദിവസത്തേക്ക് വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ വള്ളപ്പാട്ട് കളി നമ്മൾ തലയിൽ ഈ ആമാടപ്പെട്ടിയൊക്കെ വെച്ച് സ്വീകരിക്കുന്നത്, ഈ നെട്ടൂർപ്പെട്ടിയൊക്കെ വെച്ച് സ്വീകരിക്കുന്ന അന്നേരമാണ്. ആ 10 ദിവസത്തെ തിരുവോണത്തിന് വാമനമൂർത്തിയുടെ നാളിൽ മാത്രമേ സുപ്രത്യക്ഷനായ മഹാബലി ഉള്ളൂ. ബാക്കി 10 ദിവസവും 10 മഹാബലിയുണ്ട് മാമല നാട്ടിൽ നിന്ന്. പക്ഷേ സുപ്രത്യക്ഷമായ പൂർണ്ണപ്രകാശത്തോടുകൂടി തെളിച്ചത്തോടുകൂടി പൂർണ്ണപ്രശോഭയോടുകൂടി വരുന്ന തിരുവോണത്തിന് മാത്രം. തിരുവോണം വാമനമൂർത്തിയുടെ നാളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര നേരം ക്ഷണിക്കൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മധുരം
വിവിധ
ഭരതരകുലം ചിഹ്നമായി നിന്നിയാർക്കാ ചർച്ചയായി നിരവധി മകുടം ചൂടി വാഴുന്ന നൃത്തം ചേർന്നു യോഗം തമിഴക മഹിമൻ മാവലി മുന്നിൽ വന്നു കൃത്യം സൂത്രം പറഞ്ഞു സുതര സുഭകുലം പുകളം Wow.
പോട്ടെ അനന്തം നാദം വെട്ടി കൂട്ടി അനന്തം നാദം വെക്കോ Adena
കൈലുയരും കടുതാങ്കവാൻ മന്ത്രിച്ചു മാവലി മഹത്വവര പ്രഭാ
ശക്തി ശൈവം ക്ഷേത്രേ മന്നാ ശൈവം ക്ഷേത്രേ മന്നാ സർവം സ്വപ്നം കാണൂ കക്ഷിയെ നിങ്ങൾ വരവേറ്റിടുക കക്ഷിയെ നിങ്ങൾ വരവേറ്റിടുക അഷ്ടം മംഗള അഷ്ടം മംഗളകാലം പൂവി വേഷ്ടികൾ കാസമൂ മഞ്ഞ പൂക്കൾ വേഷ്ടികൾ കാസവും മഞ്ഞ പൂക്കൾ മഹേശ്വരുടെ മസ്തക ചന്ദ്രലേഖ മങ്ങാതെ കയ്യിൽ ഉയരും കടുതാപോലം മന്ത്രിച്ചു മാവടിവരം നവവനേ പിന്നയോ
മിന്നിയും കുടികൾ തേടിയിലായി ഇണങ്ങണം കുടികൾ തേടിയിലായി കൊടുക്കടിക്കണമോ ഉലുക്കി ആടണം കൊടുക്ക് അടിക്കണം കൊടുങ്ങി ആടണം കൊടുക്ക കൊട്ടുമേ കൊടുക്ക ഒട്ടുമേ കുറുസല്ല ഇടയും മോടി ഇടയും മോടി ഇളകണം തടയിട തടി പിടയണമോ തടയിട തടി പിടയണം തടി കുറയണം തടത നീരസം തടിക്കുറയണം തടസ നീരസം പിടിയകസമായി പൊടിയണം തോരണങ്ങളും പൂരണങ്ങളും പിടിയലസമായി പൊടിയണം തോരണങ്ങളും പൂരണങ്ങളും മാനവീരന്റെ പോരിന കൊടുവിൽ സകല ഉരുവം മുതല മാനവീരന്റെ പോരിന ഒടുവിൽ സകല ഉർവരമുരുവം കെടുതി കാവേരി നാഗലക്ഷ്മിയും അമരവാഹന ഇണകളാ അസുര മകനെ ഭാവിയിൽ ഇന്ദ്ര അസുര ഭാവിയിൽ ഇന്ദ്ര പൗത്ര
വൈഷ്ണവ കാവൽ മക്കൾ അലയും മലയും കുന്നല നാട അലയും മലയും കുന്നല വർഷം വർഷം മണ്ണിൻ മക്കൾ ഹർഷം എന്നെ കാണണം അതിനായി വർഷം വർഷം മണ്ണിൻ മക്കൾ ഹർഷം എന്നെ കാണണമതിനായി ആവണി ശ്രാവണി 10 ദിനത്തിൽ പൂവണി മാവലി കേരളവോണം ആവണി ശ്രാവണി 10 ദിനത്തിൽ പൂവണി മാവലി കേരളവോണം മായ മനോഹര ദിനങ്ങൾ വരുന്നു വീണ്ടും മാദേവ വന്ദിത മഹാബലി കേരളത്തിൽ മഞ്ഞപ്രകാശകൊടി തോരണമായി പൂക്കൾ പഞ്ഞം കഴിഞ്ഞു ധനരായ സമൃദ്ധിവർണ്ണം ആവണിക്കായി പൂവണിയും മലയാള മണ്ണിനായി ചാടിയും ചന്ദ്രശോഭ ചന്ദ്രം പൂർണിമ ആവണിക്കായി പൂവണി മലയാള മണ്ണിനായി ചാവണിയും ചന്ദ്രശോഭ ചന്ദ്രം പൂർണിമ ഉത്രാടത്തിൻ പൂനിലാവനേത്രം സുഖം കഥ കേളി പത്തോടരും പരിപൂർണമു പേരിവക ഉത്രാടത്തിൻ പൂനിലാവനേത്രം സുഖം കഥ കേളി പത്രോടയും പരിപൂർണം പേരിവക നെല്ലുശ്ശേരി പുളിശ്ശേരി പപ്പടത്തിൻ പൊട്ടിശ്ശേരി പാൽ
കലിയോ മഹദൈവ മനനായി വരും കാലം മംഗളം മാതലിതം തിരുവോണം മലയാളം വരും അഭിനന്ദാപിരുമെല്ലാം സർവമംഗളം പ്രകൃതി പ്രശാന്തവശ പ്രഖ്യാതമാകും ഹരിപ്പാ